ശബരിമലയിൽ ജനത്തിരക്ക് പ്രതികൂല കാലാവസ്ഥയിലും ആയിരങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. കനത്ത മഴയിൽ കക്കി ആനത്തോട് അണക്കെട്ടുകളുടെ 2 ഷട്ടറുകൾ തുറന്നതിനാൽ പമ്പാ സ്നാനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ, കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണല്ലോ അനുഭവപ്പെടുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഇന്നലെ ശബരിമല നട തുറന്ന ആ സമയം മുതൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രധാനമായും ചിങ്ങമാസമാണ്. ചിങ്ങമാസ പുല്ലയിൽ അയ്യപ്പനെ കണ്ടു തൊഴുത് മലയിറങ്ങുന്നതിനാണ് ഇത്തരത്തിൽ ആളുകൾ, അതായത് ഭക്തർ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഒരു വർഷത്തെ ഒരു ഫലമാണ് ഈ ചിങ്ങമാസ പുല്ലയിൽ അയ്യപ്പനെ കണ്ടു തൊഴുക എന്ന് പറയുന്ന ഓരോ ഭക്തരെ സംബന്ധിച്ചും. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, മലയാളികളടക്കം ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ ചിങ്ങമാസ പുല്ലയിൽ അയ്യപ്പനെ കണ്ടെത്തുന്നതിനായി സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ മഴ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിലെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ സ്നാനം, കുളിക്കുന്നതിനുള്ള നിയന്ത്രണം ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കക്കി ആനത്തോട് ഡാമുകളിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 2 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ഇന്ന് ഈ പൂജകൾക്ക് ശേഷം, ഉഷപൂജകൾക്ക് ശേഷം ഇന്ന് കീഴ്ശാന്തി നറുക്കെടുപ്പ് സന്നിധാനത്ത് നടക്കും. അതുപോലെ തന്നെ പമ്പയിലെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ദേവസ്വം കമ്മീഷണർ സുനിൽകുമാറിന്റെ സ്ഥാനത്തിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുക. എന്തായാലും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാന തീർത്ഥാടകരും എത്തിയിട്ടുണ്ട്. പക്ഷേ മലയാളികളാണ് പ്രധാനമായും ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പനെ കണ്ടെത്തുന്നതിനായി. അത് ഇന്നലെ മുതൽ നട തുറന്ന സമയം മുതൽ ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഈ മഴ നനഞ്ഞാണ് ഭക്തർ മല കയറി ഈ അയ്യപ്പനെ കണ്ട് തൊഴുത് മലയിറങ്ങുന്നത്. പക്ഷേ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. അത് ഈ പ്രധാനമായും ഡാമുകൾ തുറന്നുകൊണ്ടാണ്. ഡാമുകൾ തുറന്നു പമ്പയിലെ നീരൊഴുക്കും ഈ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ പമ്പയിൽ കുളിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൊണ്ടാണ് ജില്ലാ കളക്ടർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിൽ സ്നാനത്തിന് ഒരു നിയന്ത്രണമുണ്ട്, വിലക്കുണ്ട്. ഒപ്പം മല കയറുന്ന ഭക്തരുടെ എണ്ണം, അതായത് വലിയ രീതിയിൽ സാധാരണ മാസപൂജകൾക്കപ്പുറം ചിങ്ങമാസത്തിൽ നമുക്കറിയാം ഈ ഐശ്വര്യ സമൃദ്ധിയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ സ്വാഭാവികമായും ഈ ചിങ്ങമാസങ്ങളിൽ അയ്യപ്പനെ കണ്ടു തൊഴുത് മലയിറങ്ങുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. പക്ഷേ ഇതര സംസ്ഥാന തീർത്ഥാടകരുമുണ്ട്. പക്ഷേ അധികവും മലയാളികളാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ്, കീഴ്ശാന്തി നറുക്കെടുപ്പാണ് സന്നിധാനത്ത് നടക്കുക. ഒപ്പം പമ്പയിലെ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും ഇന്ന് നടക്കും. വലിയ തിരക്ക് ഉണ്ട്. അതായത് ദേവസ്വം ബോർഡ് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഈ സാധാരണ ഈ മഴ കയറുന്ന സമയത്തുള്ള മഴക്കാലമാണ്, ഈ വഴുതി വീഴാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്ന സമയത്തൊക്കെ നീലിമല വഴിയുള്ള വഴി കൂടെയൊക്കെ വരുമ്പോൾ ഈ തറയിൽ കല്ലുഭാഗിക തെറ്റി വീഴുന്ന സാഹചര്യങ്ങൾ, അതിനെയൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു മുൻകരുതൽ നിലയ്ക്ക് എല്ലാ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കളക്ടറും ഈ മഴയുടെ ഭാഗമായോണ്ട് ഒരു ജാഗ്രത നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുശ്രീ, ശരി. കനത്ത മഴയിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.